ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ എല്ലാം നല്ലതാണ്. പക്ഷേ ഇത് കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങളാണ് ഏറ്റവും വലിയത്. നമ്മൾ നമ്മുടെ ഭാഷ, സംസ്കാരം എന്നിവയനുസരിച്ചാണ് അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓരോ സ്ഥലത്തും നല്ല നല്ല വാദ്യകലോപകാരവും ഒക്കെ ഉണ്ടാകും. സംസ്കാരം, ഓരോ അമ്പലങ്ങളിലെ സംസ്കാരം അനുസരിച്ചാണ് അവിടുത്തെ പ്രതിഷ്ഠയും. ഭദ്രകാളി ദേവിക്കും ഭഗവാനും ഏറ്റുമാനൂരപ്പനും ദേവിക്കുമൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ആചാരങ്ങളാണ്. ഏറ്റുമാനൂരമ്പലത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ 10 ദിവസവും രാപ്പകലില്ലാതെ ഉത്സവങ്ങളാണ്. ഉത്സവവും പരിപാടി രാവിലെ തൊട്ട് തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്ന ഏറ്റവും ബാലെ വരെ ഉണ്ട്. ഈ ബാലെ കാണാൻ വെളുപ്പാങ്കാലത്ത് പോയി കുത്തിയിരുന്നാൽ നമുക്കൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളികളിൽ 7 മണിയാകുമ്പോഴത്തേന് നാടകമൊക്കെ വെക്കും. അതാണ് കേരളത്തിൻ്റെ സംസ്കാരം. അതുപോലെ തന്നെ ബാലെ, തൃപ്പൂണിത്തറ അരവിന്ദാക്ഷമേനോൻ്റെ ബാലെ നേരം വെളുക്കുന്നത് വരെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. രാത്രി 1 മണിക്ക് തുടങ്ങി വെളുപ്പിനെ 6 മണിക്ക് തീരുന്ന ബാലെ, തൃപ്പൂണിത്തറ അരവിന്ദാക്ഷമേനോൻ്റെ ബാലെ ഒക്കെ ഇങ്ങനെ ക്ഷേത്രകലകളാണ്. അതുപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി, അതില്ല, കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, ഇതൊക്കെ നല്ല കലാരൂപങ്ങളാണ്. ഇതെല്ലാം കേരളത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഇത് ആണ്, കേരളത്തിൻ്റെ സംസ്കാരമാണ്. പിന്നെ നമ്മുടെ പള്ളികളിൽ കുർബാന, റാസ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ കേരളത്തിൻ്റെ സംസ്കാരമാണ്. വ്യത്യസ്തമായ ആചാരങ്ങളാണ്. അതെല്ലാം കേരളം ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. അതാണ് ഒരു സ്ഥലത്ത് ഉത്സവം നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് പള്ളികളിൽ ആഘോഷം നടക്കുന്നു. മോസ്കിലൊക്കെ നല്ല 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 പരിപാടികളൊക്കെ വെക്കുന്നുണ്ട് അവരുടെ ആചാരങ്ങളനുസരിച്ച്. ആചാരം നമുക്ക് തെറ്റിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഏറ്റുമാനൂരമ്പലത്തിലെ 7 പൊന്നാന ദർശനവും വലിയ കാണിക്കയും പള്ളിവേട്ടയും ഒക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാം വെളുപ്പിനെയൊക്കെയാണെന്നേ ഉള്ളൂ. ആറാട്ട് കുളിക്കുക, അതൊക്കെ കെട്ടുകഥയല്ല, എല്ലാം നേരത്തെ തൊട്ട് ഉള്ളതാണ്. പേരൂക്കാവിലമ്മയും ഒക്കെ ഉള്ളതാണ്. അതാണ് ആചാരം. ഈ ആചാരത്തിൻ്റെ ഭാഗമായി ഒരുപാട് അമ്പലങ്ങളിൽ ഒത്തിരി നിലനിൽക്കുന്നുണ്ട് ഉത്സവത്തിന്. അതുപോലെ തന്നെ മലയാറ്റൂർ കയറുന്നതും എല്ലാം നല്ല ഇതാണ്. അതാണ് കേരളം മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നത്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നില്ല കേരളത്തിൽ. അതാണ് ആഘോഷങ്ങൾ. ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ വീടുകളിലും നമ്മുടെ മനസ്സുകളിലും നല്ല നല്ല ചിന്തകൾ വരണം. ആ ചിന്തകളിലൂടെ നമ്മൾ വളരണം. അതിനുവേണ്ടിയാണ് ഉത്സവങ്ങളും ആഘോഷങ്ങളും വെക്കുന്നത്. പാരമ്പര്യം അനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. കാർന്നോന്മാരൊക്കെ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമ്മളതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും എന്നൊക്കെ പറയുന്നത്. ഈ പൈതൃകവും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ കേരളീയരും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ഉത്സവങ്ങളും ഭംഗിയായി നടത്തിപ്പുകാരെയും നമ്മൾ മനസ്സിലാക്കുക. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് എളിയ വാചകം ഇവിടെ നിർത്തുന്നു. നമസ്കാരം.